മുൻപ് ഈ ഗ്രാജുവേറ്റിംഗ് ക്ലാസ്സിന് ആശംസകൾ അറിയിക്കുവാനുള്ള സമയമാണ്. അതിനായിട്ട് രണ്ടുപേരെ ഞാൻ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഇവാഞ്ചലിസ്റ്റ് KJ മാത്തുക്കുട്ടി, അതിനുശേഷം അതേ തുടർന്ന് പാസ്റ്റർ രഞ്ജി തോമസ്. ഈ രണ്ട് ദേവദാസന്മാർ മുൻപോട്ട് വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. ദൈവത്തിന് മഹത്വം. വേദിയിലാഗതരായിരിക്കുന്ന ആദരണീയരായ ദേവദാസന്മാർ, ഡോക്ടർ വെസിൽ ലൂക്കോസ് അവറുകൾ, ഡോക്ടർ ജോയ് ഷമുൽ അവറുകൾ, ഗസ്റ്റ് സ്പീക്കറായിട്ട് കടന്നു വന്ന ഡോക്ടർ ജോഡ് അവറുകൾ, മറ്റേ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത പ്രിയപ്പെട്ടവർ, മറ്റുപടി ആയിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്കും കുടുംബമായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കാത്ത ദൈവം ഇത്രത്തോളം ഈ സഭയെ കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിങ്ങളെക്കാളൊക്കെ സന്തോഷവാനാണ് ഞാൻ ഇന്ന്. കാരണം ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണെന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ചില ചോദ്യങ്ങളുടെ മറുപടിയും കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ടെങ്കിലും ഞാനത് മുതിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ അറിയാം. ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, UK മറ്റു സഭകളേക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭ BPF ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും അത് കേട്ടിട്ടുണ്ട്, പഴയ ആൾക്കാർ. ചിലരൊക്കെ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന്. 2004 ചർച്ച ആരംഭിക്കുന്ന സമയം കഴിയുമ്പോൾ ഏതാണ്ട് 2006, 7, 8 കാലഘട്ടങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ 2004 ഏതാണ്ട് ഒരു 20 സഭ മാത്രമേ UK ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് സഭ വർദ്ധിച്ചു, 40, 50 ആ നിലയിലേക്ക് പോയി. കാരണം അന്വേഷിച്ചപ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ, ജനത്തെ പരിപാലിക്കുവാനുള്ള കൃപയില്ലാത്തവരായിരുന്നു ശുശ്രൂഷന്മാർ. ഞാൻ അവരോട് പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതാണ്. കാര്യം പരിപാലനം എന്ന് പറയുന്നത് അതൊരു വരം തന്നെയാണ്. അതില്ലാത്തടത്ത് സഭ 2, 3, 4 ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറിയ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഈ ആദ്യത്തെ ഗ്രാജുവേറ്റ് സെറമണിയിലിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവോളവും ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. നമ്മുടെ സഭയിലുള്ള സ്റ്റുഡൻറ്റ് മാത്രമല്ല, ഈ UK മറ്റു പല സഭകളിൽ നിന്ന് സ്റ്റുഡൻസ് വന്ന് ഇവിടെ പഠിക്കുവാൻ ഇടയാകട്ടെ. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഗ്രാജുവേറ്റ് ചെയ്ത പ്രിയപ്പെട്ടവരോട് ഒരു വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ പലരും ചോദിക്കും, എവിടാ ഞങ്ങൾ പ്രസംഗിക്കേണ്ടതെന്ന്. ഒരാൾ എന്നോട് ചോദിച്ചു, എന്നിവിടെ പ്രസംഗിക്കാൻ വന്നു. പ്രസംഗിക്കാനുള്ള ഇത്, അതിന് വരം കിട്ടി വരത് ചെയ്യട്ടെ. എന്നാൽ സുവിശേഷീകരണം ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് UK. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അറിയാവുന്നവരാ. രണ്ടാമത് ചെല്ലുമ്പോൾ ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലയോ, മതിയെന്ന് പറയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ ദിവസവും പുതിയ ആൾക്കാരാണ്. ചോദിച്ചാനറിയാം, ഞങ്ങൾ താമസിച്ചിടത്തുനിന്ന് അസ്തേലോട്ട് പോകാൻ 10 മിനിറ്റ് മതി. ഈ 10 മിനിറ്റ് പോകുമ്പോൾ ഒരു 50 ട്രാക്റ്റുമായിട്ടാണ് ഞാൻ പോകുന്നത്. 10 മിനിറ്റ് എൻ്റെ വാതിക്കൽ നിന്ന് അത് കൊടുത്തിട്ട് പോരും. ശനി, ഞായർ ദിവസങ്ങളിൽ അതിൻ്റെ 1 മണിക്കൂർ കൊണ്ട് 10-250 ട്രാക്റ്റ് കൊടുക്കും. ഒരു ദിവസം ഞാൻ സഭയെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയുക. ഒരു ദിവസം ഞാനും അങ്ങ് ക്ഷീണിച്ചു. എന്നുവെച്ചാൽ ഇത് ട്രാക്റ്റ് കൊടുത്തിട്ട് ചിലരൊക്കെ മേടിച്ച് നമ്മളെ മുമ്പിൽ വെച്ച് തന്നെ ചുരുട്ടിക്കളയും, ഒരു ഫലം ഉണ്ടാകത്തില്ലല്ലോ, നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാനവിടെ നിൽക്കുമ്പോൾ, ട്രാക്റ്റുമായിട്ട് നിൽക്കുമ്പോൾ, ഒരു വൈറ്റ് മാൻ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്ന നല്ല ജോലിയാ. ഞാൻ ഒരു കാലത്ത് സമാധാനമില്ലാതെ ഈ സ്ട്രീറ്റിൽ കൂടെ ഓടി നടന്ന ആളാണ്. ഒരാൾ ട്രാക്റ്റ് തന്നാണ് ഞാൻ ഇപ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സ്ട്രീറ്റിൽ വെച്ച് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അതെനിക്കൊരു ധൈര്യമായി. ദൈവമക്കളെ ഓർത്തുകൊള്ളണം, ചിലപ്പോൾ നമ്മുടെ ഒരു ട്രാക്റ്റ് ആയിരിക്കും ഒരാളെ രൂപാന്തരപ്പെടുത്തുന്നത്. അത് നിത്യതയിൽ അനേക കറ്റകളുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ചില കതിരുകളായിട്ടെങ്കിലും നമുക്ക് നിൽക്കണം. അതിന് നിങ്ങൾ ഉത്സാഹിക്കണം. നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തെല്ലാം നമ്മുടെ മിഷൻ ഫീൽഡാണ്. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ
ഇവിടെ എല്ലാം മിഷൻ ഫീൽഡാണ്, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, ട്രാക്ട് കൊടുക്കാൻ കഴിയും. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വെസ്ലി പാസ്റ്റർക്ക് അറിയാം, ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാനുണ്ടായിരുന്ന സമയത്ത് ആരോ പറഞ്ഞു 12,000 സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടെന്ന്. ഞങ്ങൾ ഒരു ദിവസം ട്രാക്ടുമായിട്ട് പോയി, മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ട്രാക്ട് മേടിച്ചു. ഈ 12,000 സ്റ്റുഡൻസിൽ ഒരു 10 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ എത്രമാത്രം നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഫലമില്ലെന്ന് ചിന്തിക്കരുത്. നമ്മൾ വിതയ്ക്കുകയാണ്, ഒരു പക്ഷേ കൊയ്യുന്ന വേറൊരാളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷയപ്പെടരുത്. താലന്തിൻ്റെ ഉപമയും നമുക്കറിയാമല്ലോ, പ്രാപ്തി പോലെ കൊടുത്തു മേടിച്ചു, പക്ഷെ കുഴിച്ചിടരുത്. ഒടുവിൽ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ ദാസിയോ എന്നുള്ള വിളി കേൾക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ബഹുമാനരായിരിക്കുന്ന സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദൈവദാസന്മാർ, എസ്പെഷ്യലി റവറൻ ഡോക്ടർ വെസ്ലി ലൂക്കോസ്, റവറൻ ഡോക്ടർ ജോയ് ടി സാമുവൽ, ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച മെയിൻ മെസ്സേജ് കൊടുത്ത ബഹുമാന്യ ദൈവദാസൻ റവറൻ ഡോക്ടർ ജെജി ഡൂഡ്, ഇന്നത്തെ ഗ്രാജുവേറ്റ്സ്, അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇറ്റ് ഈസ് അമേസിങ് ആൻഡ് വണ്ടർഫുൾ ഈവനിങ്. കാരണം ട്രാൻസ്ഫോർമേഷൻ ചർച്ചിന് 31 മിഷണറീസിനെ കിട്ടിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് മുതലൊരു കുഴപ്പമുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പം ഒരു 25 വർഷം പുറകോട്ട് പോയി. 2000 എൻ്റെ ഗ്രാജുവേഷൻ നടക്കുന്നത്. ഇത് എന്തോ ഗ്രാൻഡ് ഗ്രാജുവേഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതറിഞ്ഞിരുന്നേ ഞാനും കൂടി ഈ കൂട്ടത്തിൽ കയറിയിരുന്നു. ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഫോട്ടോ അയച്ചു കൊടുത്തേനെ, കേരളത്തിലെല്ലാം UK ഗ്രാജുവേറ്റ് ചെയ്തെന്നും പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞ അതിമനോഹരമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ പെട്ടിയിലെടുത്ത് വെക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ അനുഭവിച്ച ആളാണ്. ഇന്ന് മുതൽ ഇത് സംസാരിക്കാൻ തുടങ്ങും. രാത്രിയെല്ലാം ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൗത്യം ഇന്ന് മുതൽ ഏറ്റെടുത്തിരിക്കുക. രാത്രി ഇത് വന്ന് ഇങ്ങനെ പറയും. ഇത് പഠിച്ച ആളാ, അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അടി നമുക്ക് കൂടുതലാണ് പഠിച്ചവർക്ക്, പഠിക്കാത്തവർക്ക് അടി കുറവാണ്. ഏമാൻ, ഈ നിമിഷം മുതൽ ഇത് മനസ്സിൽ വെച്ചോണം. കിട്ടിയ ഒരവസരവും കളയരുത്. ഏമാൻ, എനിക്കൊരു കാര്യം അറിയാം, UK യൂറോപ്പിനെ നമ്മൾ ചലിപ്പിക്കും. ഇത് വില കൊടുത്തിട്ടാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. 1 വർഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഞാൻ പഠിച്ചപ്പോൾ 50 പേര് വന്നു, അവസാനം ഗ്രാജുവേറ്റ് ചെയ്ത് 21 പേരാ. അത്രയും പുറകോട്ട് പോകും ബൈബിൾ കോളേജിൽ പോലും. പക്ഷെ നിങ്ങളുടെ ജോലി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അതിനിടയിൽ കൂടെ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ അകത്ത് കിടക്കുക. അതുകൊണ്ട് യൂറോപ്പും UK നമ്മൾ ചലിപ്പിക്കും. ട്രാൻസ്ഫോർമേഷൻ ചർച്ചിൽ ഈ 31 പേരും അടുത്ത ബാച്ച് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു 2-3 ആടുകളെങ്കിലും കാണും. അതായിരിക്കണം ചലഞ്ച്. ഈ വർഷം തീരുമ്പോൾ ഞാൻ ചില ആടുകളെയും കൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കണം. സ്വർഗം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ആശംസകളും എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. സ്വർഗം നിങ്ങളെ കർത്താവിൻ്റെ വയലിൽ ഉപയോഗിക്കട്ടെ. പുറകിലെ പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താ പറയുക എഴുതിയിരിക്കുന്നത്? കൊയ്ത്ത് ധാരാളമുണ്ട്, വേലക്കാരോ ചുരുക്കം. സോ ഇത് നമ്മുടെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണണം, ഡ്രീം. ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കണം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ക്രൈസ്റ്റ്? ഞാൻ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യും? ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യും? ഒരുപക്ഷെ രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഈ വചനം, ഞാൻ പഠിച്ച വചനത്തിന് വേണ്ടി ഞാൻ ശക്തമായി നിൽക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവദാസന്മാരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ ഈ പോർക്കളത്തിൽ ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കൺഗ്രാറ്റുലേഷൻസ്. Thank you, Evangelist KJ Mathukutti and Pastor Renji Thomas, for your encouragement and greetings. We